എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ബോട്ട് റൈഡും ബീച്ച് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സന്ധ്യ നേരം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് കരുതിയിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മസാജ് സെൻറ്ററുകളും ബാക്കി കടകളും അതുപോലെ തന്നെ ഈ പട്ടായ സിറ്റിയിൽ വേറൊരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ്. രാത്രി കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. രാത്രി എന്തൊക്കെ കാണാം, എന്തൊക്കെ ആസ്വദിക്കാം എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പം ഞങ്ങളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങി ഇതാ പഴക്കടകളിൽ വന്നിരിക്കാം കേട്ടോ. നിറയെ പഴങ്ങൾ, നമ്മൾ വിചാരിക്കുന്നതിലും അധികമുള്ള പഴങ്ങൾ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. മാങ്ങയുടെ ഒക്കെ വലിപ്പം നോക്കണേ, നല്ല വലിപ്പമാണ്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ പല തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. എല്ലാത്തിനും 200 ബാത്ത് മുതൽ 300 ബാത്ത്, ചിലതൊക്കെ 500 ബാത്തിൻ്റെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇത് എന്തൊരു ഈ കക്ക പോലെ എന്തോ ഒരു കാര്യമുണ്ട് കേട്ടോ. കല്ലുമക്കായ പോലെ എന്തോ ഒരു കായ കിടക്കുന്നുണ്ട്. അതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. അതിൽ ഒക്കെ തായ്ലാൻഡ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്, തായ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അത് കാരണം നമുക്ക് അറിയുന്നില്ല. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെയുള്ള കോമൺ ആയിട്ടുണ്ട്. ഓ വാവ്, ഇത് കണ്ടില്ലേ, ഒരു ഹോണ്ട ഗോൾഡ് വിങ് ആണ് കേട്ടോ. എന്താ അല്ലേ ലുക്ക്, കൊള്ളാം, എന്തായാലും അടിപൊളി. നമ്മുടെ മല്ലു ട്രാവലറിന് അതേപോലെ ഉണ്ട്. ഇവിടെ ഒരു ബെൻസിൻ്റെ കൂപ്പയും നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ വണ്ടികൾ. ഇവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പട്ടായ പാർക്കാണ്, അതുകൂടാതെ ബീച്ച് കുറച്ചപ്പുറത്തുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ സൂപ്പർ കാറുകളും സൂപ്പർ ബൈക്കുകളൊക്കെ ഇവിടെ ഇറങ്ങും കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ ജസ്റ്റ് ആൾക്കാരുടെ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ പട്ടായ പാർക്കിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകണം. ഇവിടെ ഒരു മോണോ റെയിലൊക്കെ ഉണ്ടെന്ന് കേട്ടു. പിന്നെ രാത്രി നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു. ഇതേ കണ്ടില്ല ഒരു ബസ്, ഈ ബസ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നല്ല രസമാണ്. അതേപോലെ തന്നെ ഡ്രൈവറിൻ്റെ സീറ്റിന് മേലെയാണ് ആൾക്കാർ ഇരിക്കുന്നത്, അതായത് ഡബിൾ ഡെക്കർ പോലെ. ഇതാണ് പട്ടായ പാർക്കിലെ ഒരു ടവറാണ്, വാച്ച് ടവറാണ്. പക്ഷേ ഈ പട്ടായ പാർക്കിൽ പകല് ഞങ്ങൾ വന്നു നോക്കിയപ്പോൾ തന്നെ കുറേയേറെ പണികൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് പണികളൊന്നും പൂർത്തിയായിട്ടില്ല. ഇതായി കാണുന്ന മോണോ റെയിൽ പദ്ധതി ഉണ്ടെന്നാണ് പറഞ്ഞ്. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എല്ലാവരും നമ്മളെപ്പോലെ ഇങ്ങനെ ചുമ്മാ നടന്ന് കാണുകയാണ് കേട്ടോ. ഒരു വലിയൊരു കോമ്പൗണ്ടിനകത്ത് ഒരു ഷോപ്പിംഗ് മോളും കുറേ നിലകളിലായിട്ട് തിയേറ്ററുകളും പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ DJ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മോണോ റെയിലിൻ്റെ ഇതാ ഈ കാണുന്നതല്ലേ, ആ വലിയ ബീമാണ് കേട്ടോ മോണോ റെയിലിൻ്റെ പാത എന്ന് പറയുന്നത്. മുകളിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കും ഈ പാർക്ക് മുഴുവൻ. അപ്പോൾ അതിൽ കയറാമെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷെ അതിപ്പോൾ ഓടുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അത് തുടക്കമായിരിക്കും, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിനടുത്ത് ഇതേ ഡൈനോസർ, കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാർക്കിൽ. നല്ല ഒറിജിനാലിറ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ തൊലിയും അതിൻ്റെ ലെതർ ടൈപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ശരിക്കും ഒരു ഡൈനോസർ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന പോലെ, ജീവനുള്ളത് പോലെയുണ്ട്. പക്ഷേ ബാക്കിൽ സ്പീക്കറെല്ലാം പിടിപ്പിച്ചിട്ടാട്ടോ. പിന്നെ ഈ സൈഡ് നോക്കണമെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ഊഞ്ഞാലുകളും പിന്നെ അതുപോലെ തന്നെ സീസ പോലെയുള്ള പരിപാടികൾ. പിന്നെ എല്ലാവരുടെയും നന്നായി ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ക്രിസ്മസും ന്യൂ ഇയറും വരുമല്ലേ. അപ്പോൾ അവരിനെ വരവേൽക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഭീമൻ ക്രിസ്മസ് ട്രീയും ഗിഫ്റ്റുകളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങോട്ട് നോക്കണേ, ഒരു ചെറിയ ട്രെയിനിൻ്റെ മാതൃക കേട്ടോ. അത് സ്റ്റീം എഞ്ചിൻ്റെ സെയിം മാതൃകയാണ്. എല്ലാം പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങോട്ടാണ് ടിക്കറ്റ് സെൻറ്റർ. ടിക്കറ്റ് പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണാം. പിന്നെ മാക്സിമം ഇവിടെ എല്ലാം ഇൻ ഹൗസ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അത് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ പോയിരുന്ന് വല്ല തിയേറ്ററോ കഫേയൊക്കെയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മളതൊന്നും ഇൻട്രസ്റ്റഡ് അല്ല, നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ കാണിക്കാൻ മാത്രമാണ് നമ്മൾ നടന്നത്. അപ്പോൾ പട്ടായ പാർക്കിൻ്റെ പുറത്ത് എന്തൊക്കെയാണെന്ന് നോക്കട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല ഗെയിംസുകളാണ് ഇവിടെ ഉള്ളത്. മാക്സിമം കുട്ടികൾക്കാണ്. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൂടാതെ തന്നെ രാത്രി പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വന്നത് വീക്കെൻഡ് അല്ല കേട്ടോ, വീക്ക് ഡേ ആണ്. അതായത് വർക്കിംഗ് ഡേയ്സിൽ വന്ന കാരണമായിരിക്കണം ചിലപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത്. ഇവിടെ എല്ലാവരും ഒഴിഞ്ഞു കിടക്കുക കേട്ടോ. എല്ലാത്തിലും ലൈറ്റ് ഇട്ടുണ്ട്, ഓപ്പറേറ്റർമാരും ഇല്ല. അപ്പോൾ ജസ്റ്റ് എല്ലാം കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് ഭാവിയിലാണ് പ്രവർത്തനം ഫുള്ളായി ആരംഭിക്കുക. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടായ പാർക്കിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ കുറേ തീൻമേശകളും അതുപോലെ തന്നെ കഫേസും ഒക്കെ ഉണ്ട്. ഇവിടെ വലിയൊരു സ്ക്രീൻ വെച്ച് പാട്ടും എല്ലാം ഉണ്ടാവും. നമ്മളപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന് നമുക്ക് സ്നാക്സ് ഇഷ്ടമുള്ളത് വാങ്ങിച്ചിട്ട് വന്ന് ഏത് ടേബിളിൽ വന്നിരുന്നിട്ടും കഴിക്കാം, കുറച്ച് നേരം ചിലവഴിക്കാം. അതാണ് അവിടുത്തെ പരിപാടികൾ. നമ്മൾ അധികം നിൽക്കാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ട്രീറ്റ് ഫുഡുകളും മറ്റുള്ള കാഴ്ചകളൊക്കെ ഇന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ കാലത്ത് വന്ന ആ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ച കടകളുടെ ആ ലേഔട്ടിൽ എത്തിയിരിക്കുന്നത്. ലേഔട്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, ഇഷ്ടം പോലെ കടകളാണ്. അതുകൊണ്ടാണ് ഈ സൈഡിലോട്ട് വന്ന് ഇത് കണ്ടില്ലേ, വിവിധ തരം ഫുഡുകളുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് ക്രൊക്കഡൈൽ, പശുവിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ മീറ്റ്. ഇത് കണ്ടില്ലേ, കോഴിയുടെ ഹൃദയം ഇങ്ങനെ കോർത്ത് കോർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മീൻ, ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഫ്രൂട്ട്സ്, ഇതെന്താണാവോ സാലഡ് പോലെയൊക്കെ ഒരു ബോക്സിലാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ ഇറച്ചി, ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ പലതരം മീനുകൾ. ഇതെല്ലാം 80 ഭാഗത്ത് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് സ്റ്റാർട്ടിങ് കേട്ടോ. പിന്നെ കരിമീൻ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. ഇവിടെ ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ നമ്മൾ പറയുമ്പോൾ ഹാഫ് വെന്തതായിരിക്കും, നമ്മൾ പറയുമ്പോൾ ഒന്നും കൂടി അതിനെ ഗ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ വറുത്തെടുത്തിട്ടൊക്കെ ആയിരിക്കും തരിക. നമ്മളെ തന്നെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് തിലോപ്പിയാണ് കേട്ടോ. തിലോപ്പിയ 100 ഭാഗത്താണ് തിലോപ്പിയ മീൻ. കരിമീൻ പോലത്തെ തിലോപ്പിയ, വലുതാ. ഇവിടെയും ചിലപ്പോൾ ഗിഫ്റ്റ് തിലോപ്പിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഗിഫ്റ്റ് തിലോപ്പിയ നമ്മുടെ നാട്ടിൽ ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കോഴിയുടെ ഹൃദയം ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം കേട്ടോ. അതുപോലെ ബാക്കിയുള്ളവരും ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് നിന്നിട്ട് തന്നെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കണം ഓർഡർ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് വെറൈറ്റീസൊക്കെ ഇതേ. അങ്ങനെ നമ്മുടെ കോഴിയുടെ ഹൃദയം വന്നിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കരിച്ചെടുത്തിരിക്കുകയാണ്, ചെറിയ കരിക്കട്ടയിലുള്ള തീയിൽ ചുട്ടെടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ അതിൻ്റെ കൂടെ കുറേ ചമ്മന്തിയും കുറേ സാലഡുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ. പക്ഷേ തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ എല്ലാവരും കുറേ പേര് ബീറും അതുപോലെ സ്വീറ്റ്സും ഫ്രൂട്ട്സും ഒക്കെയാണ് കഴിക്കുക. അവർ ജസ്റ്റ് സ്നാക്സ് പോലെ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം കുറച്ച് കഴിക്കുന്നതാണ് ഇവിടുത്തെ പതിവ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന സ്വീറ്റുകളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ അത് ഈ കാണുന്ന ലേഔട്ടിൽ മൊത്തം ഡൈനിങ് ടേബിളും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ലേഔട്ടാണ്. അപ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും നമ്മൾ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിന് പാക്ക് ചെയ്തിട്ടും തരും കേട്ടോ. അപ്പോൾ എന്തൊക്കെ തരം ഫ്രൂട്ട്സ് ആണെന്ന് അറിയാം, നമ്മൾ ഇന്നേവരെ കാണാത്ത ഒരുപാട് തരം ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ മാങ്ങയാണ് കേട്ടോ മെയിൻ വെറൈറ്റി. ഇവിടെ പറയുന്നത് മാങ്ങയാണ് സ്പെഷ്യൽ. പിന്നെ ഓരോ ചക്ക പോലെ ഇരിക്കുന്ന ഡൂറിയാനും, ഈ ഡൂറിയാനും മാങ്ങയൊക്കെയാണ് ഇവിടെ മെയിൻ വെറൈറ്റി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിലും ഇത് തരുന്നുണ്ട്. മാംഗോ സ്റ്റിക്കി റൈസ് അതാണ് കേട്ടോ ഇവിടെ ഫേമസ് ആകാൻ കാരണം. നമുക്ക് ഇഷ്ടമുള്ള നോൺ വെജ് വെറൈറ്റീസ്, അത് ലൈവ് ഫുഡ് ആവട്ടെ, അത് നമ്മൾ വല്ല ക്രാബോ എന്താ വെച്ച് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഉണ്ടാക്കി തരും കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മെയിൻ സ്പെഷ്യലായ മാംഗോ സ്റ്റിക്കി റൈസാണ് ഞങ്ങളിന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ വന്ന്. അതായത് ഒട്ടി നിൽക്കുന്ന ചോറും കുറേ മാങ്ങാ കഷ്ണവും ഒരു മാങ്ങയുടെ പകുതി കഷ്ണമാക്കിയിട്ട് തരുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ പോലെ എന്തോ ഒരു സംഭവം ഇങ്ങനെ എടുത്തിട്ട് തരുന്നുണ്ട് കേട്ടോ. ഇത്തിരി മധുരമുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്വീറ്റിയാണ് ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് കേട്ടോ. പാലക്കാട്ടുകാർക്ക് ഇതൊന്നും ഒരു പുത്തിരിയല്ല കേട്ടോ. മാങ്ങാക്കാലമായ ഞങ്ങൾ ഇതുപോലെ ചോറിനോടൊപ്പം കഴിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ്, പക്ഷേ ഇത് ഇത്തിരി ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. പക്ഷെ നന്നായിരുന്നു കേട്ടോ. തായ്ലാൻഡിൽ പോയ ആരാണെങ്കിലും ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അതാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ ഇവിടെ കുറേ പൂക്കച്ചവടക്കാർ, അവരിൽ നമ്മളുടെ അടുത്ത് ഒന്ന് വാങ്ങാൻ പറയണം. ഇതേ ഒരു ഹാർലി ഡേവിഡ്സൺ, ഹോണ്ട CBR 300R ബൈക്ക് റെൻ്റൽ കൊടുക്കുന്നവിടെ ബൈക്ക് ഇൻസ്പെക്ഷൻ ചെയ്യാം കേട്ടോ. എടുക്കുന്നവർ ഓരോരുത്തരും ചെക്ക് ചെയ്യും ബൈക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ. അത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്നിട്ടേ ബൈക്ക് എടുത്തിട്ട് പോകുള്ളൂ. കാരണം എടുത്ത് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ വല്ല പൊട്ടിയെന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈൻ എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഹൾക്കിൻ്റെ കൂട്ടായ്മയെന്നാണ് പറഞ്ഞത്, പച്ച കൂട്ടായ്മ. സംഭവം അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇനി എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്നത് വൈകുന്നേരങ്ങളിൽ കയറുന്നത് കേട്ടോ. ഫ്രൂട്ട്സ് കടയിലും അതുപോലെ തന്നെ പബ്ബിലും ബാറിലും ഒക്കെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ മാക്സിമം പേരും ഈ
ക്രാഫ്റ്റുകളൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നത് ഇതുപോലെയുള്ള ഷോപ്പുകളിലാണ് കേട്ടോ. കുറേ സോവറിൻ ഷോപ്പുകളുണ്ട്, അവിടുന്ന് ഇഷ്ടമുള്ള എടുക്കുക. അത് 5 എണ്ണം 100 രൂപ, 100 ബാത്ത്, 100 രൂപയല്ല കേട്ടോ. ഇതൊക്കെ ഓരോ തരത്തിലുള്ള ഇവിടുത്തെ ഫേമസ് ആയ ടോയ്സൊക്കെയാണ്, അതുപോലെ തന്നെ ക്രാഫ്റ്റുകളും കേട്ടോ. ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. അതിപ്പോൾ തായ്ലാൻഡ് വരുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കേട്ടോ. വലിയ വലിയ ചിരട്ട നോക്കിയെടുത്ത് അതിൽ മനോഹരമായിട്ട് പെയിൻറ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ.